അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ ട്രിവാൻഡ്രത്തെ സെക്കൻഡ് ഹോം. ഇത് ടെക്നോ പാർക്കിനടുത്താണ്, സൈബർ പാംസിനടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോം ടൂർ തുടങ്ങുന്നു. മുകളിലേക്ക് പോകാം. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിനകത്ത് കയറുന്നതിന് മുമ്പേ 2-3 കാര്യങ്ങൾ പറയട്ടെ. അതായത് നമ്മൾ ഓൾറെഡി ഇത് പാല് കാച്ചി, പാർവതി മോളും കുഞ്ഞുങ്ങളും അശ്വിനും എല്ലാം വന്ന സമയത്ത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ഒഫീഷ്യൽ പാല് കാച്ചെന്ന് നടത്തി. കാര്യം അത് മോള് പോകുന്നതിന് മുമ്പ് എനിക്ക് പാല് കാച്ചണമെന്നുണ്ട്. മോളെ കൊണ്ട് തന്നെ പാല് കാച്ചിപ്പിച്ചു. അങ്ങനെ അതെല്ലാം അത് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ വർക്ക് ഒരു 25% ബാക്കിയുണ്ടായി. 25-30% എന്ന് പറയാം. കുറച്ച് ഫേർണിച്ചേഴ്സ് വരാനുണ്ടായിരുന്നു, സോഫ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ തീർന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ മേടിച്ചിട്ട് ഏതാണ്ട് 15 ഇയേഴ്സായി. അപ്പോൾ യൂട്യൂബൊക്കെ വരുന്നതിനൊക്കെ ഒരുപാട് മുമ്പാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ഇൻകത്തിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല. ഇത് 15 ഇയേഴ്സ് ബാക്ക് നമ്മൾ മേടിച്ചതാണ്. കുറച്ച് ലോണൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ 15 വർഷം കൊണ്ട് തന്നെ എല്ലാം അടച്ചു തന്നു. ഇപ്പോൾ നമ്മൾ ലോൺ ഫ്രീ ആണ്, എല്ലാം കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും ദിവസം ഇത് വെറുതെ അടച്ചിട്ടിരിക്കുകയായിരുന്നു, വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു? കാര്യം ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഇൻറ്റീരിയർ വർക്ക് ഒരു 3 ആൾക്കാർ ഒരു ഹാഫ് വേ ആയി, എനിക്കിഷ്ടമായില്ല. പിന്നെ അത് വീണ്ടും മാറ്റി, പിന്നെ അടുത്ത ആൾ വന്നു, പിന്നെയും മാറ്റി, പിന്നെ ഒരു പണിതരാത്ത വീട് പോലെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഫൈനലി ഒരാൾ ചെയ്തു തീർത്ത് തന്നു. പക്ഷേ ആ ആളും കുറേ ഡിലേ ചെയ്താണ് ചെയ്തു തന്നത്. എന്തായാലും ഗണപതി ഹോമമൊക്കെ നടത്തി അങ്ങനെയെങ്കിലും നമ്മുടെ ഈ ദോഷങ്ങളൊക്കെ ഒന്ന് മാറിക്കോട്ടെ, എന്തെങ്കിലും തീരാതിരിക്കുന്നതിൻ്റെ എന്ന് വിചാരിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും ഇതെനിക്ക് തോന്നുന്നു ഇൻറ്റീരിയർ വർക്ക് എല്ലാം കൂടി ഒരു 1.5 വർഷം എടുത്തിട്ടുണ്ടാവും. അത്രയും ഡിലേഡായിരുന്നു. എനിവേ ആ ആളിനെ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യിച്ചു. ഇപ്പോൾ എല്ലാം 100% ഓൾമോസ്റ്റ് ആയി എന്ന് പറയാം. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ വെച്ചത് ഹോം ടൂർ എന്തുകൊണ്ടാണ് ഡിലേ ആയെന്നുള്ള കാര്യം. ഇന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹോം ഇൻ ട്രിവാൻഡ്രം കണ്ടാലോ? അങ്ങോട്ട് പോകാം. ഓക്കെ, യെസ്, വരിക. അങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഫ്ലോയർ ഏരിയ. ഇവിടെ ഇങ്ങനെ കുറച്ച് ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ട്. ഒരു രാജസ്ഥാനി ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. പിന്നെ ഇവിടെ കുറച്ച് അല്ലാണ്ട് സംഭവം ഇതിങ്ങനെ. പിന്നെ ഇത് ഒരു ഗ്രീൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഒറിജിനൽ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. ഒറിജിനൽ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വാട്ടർ ചെയ്യുകയൊക്കെ വേണ്ടേ. നമ്മളിവിടെ എപ്പോഴും ഉണ്ടാവില്ലല്ലോ, അടച്ചിരിക്കുകയല്ലേ, അത് ചെടി നഷ്ടപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. പിന്നെ ഇതെല്ലാം കുറച്ച് അല്ലാത്ത കുറച്ച് ഭംഗിയുള്ള കാര്യങ്ങൾ. സോ TV യൂണിറ്റ് ആൻഡ് ദിസ് ഈസ് അവർ സോഫ ഏരിയ. ഇതാണ് കളർ സ്കീം എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ടോട്ടൽ കളർ സ്കീം ഈ ഒരു ഏരിയയിൽ ഗ്രീനാണ്. ഇതൊരു പർട്ടിക്കുലർ ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കളറിലെ നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു ഷേപ്പിലൊരു സുഖമായിട്ട് ഇത് ആക്ച്വലി പറഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇതിപ്പോൾ TV എല്ലാം കാണുന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു L ഷേപ്പാണല്ലോ. അത്യാവശ്യം വേണമെങ്കിൽ കയറി കിടക്കുകയും ചെയ്യാം. ഇങ്ങനെ കിടന്ന് കാണാം. ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്ക് കിടന്ന് കാണാം. പിന്നെ ഒരു ലോ ആയിട്ടുള്ളൊരു ടേബിളാണ് ഇവിടെ. മെയിനായിട്ട് പുടുമോൾ അതിൻ്റെ മേലെയൊക്കെ വലിഞ്ഞ് കയറും. അപ്പോൾ കുഞ്ഞിന് കംഫർട്ടബിൾ ആകാൻ കൂടിയാണ് ഇങ്ങനത്തെ ലോ ലൈങ് ആയിട്ടുള്ളൊരു ടേബിൾ വെച്ചിരിക്കുന്നത്, സെൻറ്റർ ടേബിൾ. അതിങ്ങനെ 2 സ്റ്റെപ്പായിട്ടാണ്. ഇതൊറ്റ പീസാണ് കേട്ടോ, 2 സ്റ്റെപ്പായിട്ട്. ഇതൊരു TV യൂണിറ്റ്. പിന്നെ എല്ലാ റൂമും AC വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 2 ടണ്ണും 1.5 ടണ്ണും അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാര്യം ഇത് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട്. പിന്നെ ഇതാണ് ഒരു ഏരിയ. ഇവിടെ
ആക്ച്വലി ഇത് പെബിൾസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേളിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് ഇട്ടാണ്. കാര്യം പൊടുമോൾ വന്നാൽ ആദ്യം ചെയ്യുന്ന ജോലി ഈ കല്ലുകളൊക്കെ പറക്കി എറിയുക എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടത് ഇത് ആക്ച്വൽ ഫൈബർ ഗ്ലാസ് വെച്ചിട്ട് അത് മറച്ചിരിക്കുവാണ്. ആൻഡ് ഇത് പൂജാമുറിയായിട്ട് നമുക്കിത് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഒരു ഗണപതി ഭഗവാനുണ്ട്. ഇതിങ്ങനെ പുറത്തേക്ക് നമുക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. പുറത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അകത്തേക്ക് വയ്ക്കാം. വിളക്കൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ അടച്ചു വയ്ക്കാം. വേറെ ദൈവങ്ങളൊക്കെ വേണമെങ്കിൽ ആ മുകളിലേക്ക് വയ്ക്കാം. ഇതൊക്കെ ചെറിയ സിമ്പിളായിട്ടുള്ള അലങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മിനിമം കാര്യങ്ങൾ മാത്രം. ഇത് ഡ്രോയിങ് കം ഡൈനിങ് ആണ്. അപ്പോൾ ഇത് ഒറ്റ ഇതാണ്. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ, ഒരു പാർട്ടീഷൻ പോലെ. അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും പരസ്പരം കാണാൻ പറ്റും. നല്ലതല്ലേ? എന്നാലും ചെറിയൊരു പ്രൈവസി ഉണ്ട്. സോ ഓപ്പൺ ഏരിയ അത് നോക്കിക്കോളൂ. ഈ ഒരു ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ഡൈനിങ് ആൻഡ് ആൻ ഓപ്പൺ കിച്ചൺ. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. എനിക്കൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് എപ്പോഴും ഇഷ്ടം. നമ്മുടെ എറണാകുളത്തെ സെക്കൻഡ് ഹോമിലാണെങ്കിലും ഒരു ഓപ്പൺ കിച്ചൺ അല്ലേ. അപ്പോൾ ഇവിടെ അത് തന്നെ വേണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കിച്ചണിലേക്ക് ആദ്യം നമുക്ക് രണ്ടാമത് പോകാം. ഓക്കെ, ദിസ് ഇസ് ദ ഡൈനിങ് ഏരിയ. ഇതിപ്പോൾ ഒരു 4 സീറ്റർ, ഒരു ഗ്ലാസ് ടോപ്പ് ആൻഡ് താഴോട്ട് ഉടനാണ്. ഏറ്റവും കുറച്ച് കാര്യങ്ങളെ വെച്ചിട്ടുള്ളൂ. ഇതൊരു ചെറിയൊരു പെയിൻറ്റിങ് ഈജിപ്ഷ്യൻ. അത് ഞാൻ ഫ്രെയിം ചെയ്യിച്ചാണ്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നതാണ്, ഇങ്ങനെ റോൾ ചെയ്ത്. ഇതൊരു പാം എന്താ പറയുക, ഒരു ഇല ഉണങ്ങിയ ഒരു സംഭവമാണ്. അതിനകത്ത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഫ്രെയിം ചെയ്യിച്ചതാണ്. അതുപോലെ ഇത് എൻ്റെ ഒരു കാരിക്കേച്ചറാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ. അതും എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഞാൻ വെച്ചത് ഇവിടെ പ്ലേസ് ചെയ്യാം സെൻറ്ററായിട്ട്. ഓക്കെ, നമ്മുടെ ഒരു സിംബോളിക്കായിട്ട് ഓപ്പൺ കിച്ചൺ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡൈനിങ് ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് കൗണ്ടർ ടോപ്പായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ചെയർ ഇട്ടിട്ട് ഇവിടെ ഇരിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഞാൻ കൂടുതലും മനസ്സിൽ കാണുന്നത് ഷൂട്ടിംഗ് പേർപ്പസിനാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പോൾ നല്ല ഭംഗിയുള്ള ലൈറ്റ്സ്. ഇതാണ് ഇവിടുത്തെ ഒരു കളർ സ്കീം. ഒരു ലൈറ്റ് ഫ്ലൂറസൻ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇപ്രാവശ്യം ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഈ നൈസ് അല്ലേ, നല്ല ഭംഗിയുള്ള കപ്സ്. ഒരു ഓർണമെൻ്റലായിട്ട് തന്നെ യൂസ് ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇതിന് ചേരുന്ന കളറൊക്കെ സ്കീമിൽ ഞാൻ മേടിച്ചാണ്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ മേടിച്ചതൊക്കെ ഇവിടെ നമ്മുടെ വീട്ടിലിരിക്കുന്നതല്ല ഇവിടെ കൊണ്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ പക്ഷേ അത് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡായി പോകും എന്നൊരു തോന്നൽ. അതുകൊണ്ട് മിനിമമായിട്ട് ചെയ്താൽ മതി. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഒരു ഇത് ശരിക്കും നല്ല സ്പേഷ്യസ് അല്ലേ കിച്ചൺ. നീളത്തിനാണ്, പക്ഷേ ഇറ്റ്സ് എ വെരി സ്പേഷ്യസ് കിച്ചൺ. ആവശ്യം പോലെ നമുക്ക് ഷെൽഫൊക്കെ ഉണ്ട്. മൈക്രോവേവ് പാനസോണിക്കിൻ്റെ ആണ്. ഇത് നമ്മുടെ ടെറസ് കിച്ചണിൽ ഇരുന്നാണ്. അവിടെ 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നിങ്ങ് എടുത്തിട്ട് വന്നു. ഈ ഷെൽഫുകളൊക്കെ ഇപ്പോൾ എംപ്റ്റി ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ കുറേ പണി ബാക്കിയുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് അടുക്കി വെക്കണം. ഇലക്ട്രിക് ചോപ്പേഴ്സ്, അവിടെ ഇരുന്ന കുറേ സാധനം ഇങ്ങോട്ട് പോക്കി. ഇത് ഇപ്രാവശ്യത്തെ ദുബായ് പർച്ചേസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചില ഷോപ്പിംഗ് ബ്ലോഗ്സ് ഞാൻ അവിടെ ചെയ്തില്ല. അതിലുണ്ടായിരുന്നു സ്റ്റോൺ വെയർ ബേക്കിംഗ് ഡിഷാണ്. അത് ഭംഗിയില്ലേ, വെരി ബ്യൂട്ടിഫുൾ. ഹെവിയാണ് എങ്കിലും ഞാൻ ഇവിടത്തേക്ക് വേണ്ടി കൊണ്ടുവന്ന. പിന്നെ ഇതൊക്കെ അതെ ഇപ്രാവശ്യത്തെ ദുബായ് യാത്രയിലെ കളക്ഷൻസാണ്. സോ ബ്യൂട്ടിഫുൾ. ചെറിയ ബോൾസ് ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മേടിക്കുന്നതാണേ. നൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻ. ദിസ് ഇസ് ദ സെൻറ്റഡ് ക്യാൻഡിൽ. ഇതൊരു വാനില. ഇത് എത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല മണമായിരിക്കും. ഓയാ. പിന്നെ കുറേ സാധനങ്ങൾ അതേ നോക്കൂ. ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് പാർവതിയുടെ വീട്ടിലേക്ക് വേണ്ടി ഞാൻ അവിടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം മേടിച്ചായിരുന്നു. ഇത് മാഞ്ചസ്റ്റർ പർച്ചേസായിരുന്നു. അവിടെ മുട്ടയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈ കോഴിക്കകത്തായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇവിടെ അതുപോലെ കോഴിമുട്ട ഇടാൻ ഇതിനെ ഇവിടെ കൊണ്ടുവരാം. നമ്മുടെ പത്മനാറിലെ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു അത് ഉപയോഗിക്കാണ്ട്. ഇത് പ്രാവശ്യത്തെ ദുബായ് പർച്ചേസ്. പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. 3 പാത്രം ഹോക്കിൻസിൻ്റെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ. നൈസ്. കുക്ക് ആൻഡ് സെർവ് ആണ് ശരിക്കും. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. എൻ്റെ വർക്കിംഗ് കണ്ടീഷനൊന്നും എനിക്കറിയില്ല. ഇത് ഇലക്ട്രിക് ഒരു കുക്കറാണ്. പിന്നെ വീട്ടിൽ നിന്നൊരു ഫിലിപ്സിൻ്റെ കുറേ മിക്സി ഗ്രൈൻഡർ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അത് കൂടുതലും ഞാൻ കൊളാബ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ 1-2 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. 2-3 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇത് അധികം ഉപയോഗിക്കാത്തതാണ് ഫിലിപ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും ഉണ്ട്. അത് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ഗ്ലാസ്സൊക്കെ മേടിച്ച് വെച്ചിരുന്നു. അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ അഗെയിൻ ദിസ് ഇസ്
ഐക്കിയെന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇപ്രാവശ്യത്തെ ദുബായ്. ഇങ്ങനെ കുറേ സാധനങ്ങൾ. ഒരു ചോപ്പർ, ഒരു ചോപ്പർ ഇരിക്കുന്നു എൻ്റെ കയ്യിൽ. പല പ്ലേറ്റ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഞാനിപ്പോൾ കാണുമ്പോൾ അയ്യോ ദൈവം എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ സാധനങ്ങൾ വെക്കാനുണ്ട്. ഒരു കുക്കറുണ്ട് ഇവിടെ. അതിന് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. പിന്നെ ഇതിനകത്തും കുറേ സാധനങ്ങളുണ്ട്. ഇതും ഇപ്രാവശ്യം കൊണ്ടുവന്നതാണ് കേട്ടോ. ദുബായിൽ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. ഫ്ലാറ്റ് ഒരു തവ, നൈസ്. ഇത് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ്, ഈ കിച്ചണിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ പാർവതി എനിക്ക് ഗിഫ്റ്റ് തന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചിട്ടായിരിക്കും. അത് ഗ്രില്ല് ചെയ്യുന്നൊരു സ്റ്റോണാണ്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതുവരെ ഒരു വർഷത്തിൽ കൂടുതലേ എൻ്റെ കയ്യിലിരിക്കുവാണ്. അത് ഇപ്രാവശ്യം ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മൾ അന്ന് വാങ്ങിച്ചത്. നമ്മളന്ന് ലുലുവിലൊക്കെ പോയിട്ട് ഷോപ്പ് ചെയ്തില്ലേ, ആ സമയത്ത് വാങ്ങിച്ച ഫ്രിഡ്ജാണ്. ഈ കളറാണ് കിട്ടിയത് ആക്ച്വലി. ഇതായിട്ട് അത്ര മാച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നല്ല വാഷിംഗ് ഏരിയ. അതെ, ഇത് നോക്കി. ഇതിലൊക്കെ ഇനി ഞാൻ കുപ്പിയൊക്കെ തൂക്കിയിടാൻ പോവാണ്. ഇത് കുറേ നാളായി എൻ്റെ കയ്യിലിരിക്കുവാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല ഡിസ്പ്ലേ ചെയ്യാനൊന്നും. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വെക്കാമല്ലോ. ഇവിടെ സ്ഥലമുണ്ട് ഇപ്പോൾ തൽക്കാലം. ഇനി ഇവിടെ ഞാൻ സാധനങ്ങൾ കൊണ്ട് ക്രാംഡ് ആക്കുമെന്നാണ് എൻ്റെ പേടി. ഇത് നോക്കി, ഇത് ഞാൻ ഇപ്പോൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ട്. ബജാജിൻ്റെ തന്നെ ഇൻഡക്ഷൻ അടുപ്പാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് ബേക്കിംഗ് ക്വീനിന് വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് ആക്ച്വലി പറഞ്ഞു തന്നത്. അവരിതിൽ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ചട്ടി വരെ ഇതിൽ വെക്കാം. സാധാരണ ഇൻഡക്ഷനിൽ എല്ലാ പാത്രവും വെക്കാൻ പറ്റില്ല. അതെനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു മേളിലൊരു സാധനമുണ്ട്. ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ചട്ടിയോ എന്ത് പാത്രം വേണമെങ്കിലും വെക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരെണ്ണം ഇരിക്കട്ടെ. ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നിന്നല്ലേ കുക്ക് ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിൽ നിന്ന് കുക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കിത് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഈ ഇൻഡക്ഷൻ ഇവിടെ കണക്ഷൻ പ്ലഗ് പോയിൻ്റൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവിടെ വെച്ച് വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ഇതാണ് മെയിനായിട്ടുള്ളത് നമ്മുടെ ഏരിയയുള്ള ട്രിവാൻഡ്രം സെക്കൻഡ് റൂമിൻ്റെ കിച്ചൺ. അടിപൊളിയല്ലേ, നല്ല ഭംഗിയില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ്. എനിക്കെപ്പോഴും വൈറ്റാണ് ഇഷ്ടം. വൈറ്റാണ് നമ്മുടെ കൊച്ചിയിലെ സെക്കൻഡ് റൂമും വൈറ്റാണല്ലോ ബാക്ക്ഗ്രൗണ്ട്. ഇതും വൈറ്റ് തന്നെയാണ്. എത്ര വർഷങ്ങളായി, ഇത് 15 ഇയേഴ്സിൽ കൂടുതലായിട്ട് ഇതൊന്നും ചെയ്യാണ്ട്, അത് ഇൻറ്റീരിയർ വർക്ക് ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് വെറുതെ കിട്ടുമ്പോൾ നമുക്ക് ആ ഫേർണിച്ചേഴ്സൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഫിനിഷിംഗ് ഒന്നും ഇല്ലാണ്ടിരിക്കില്ലേ. റൂംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അൺഫിനിഷ്ഡായിട്ട് കിടക്കുമായിരുന്നു. ആദ്യം ബെഡ്റൂമിൻ്റെ കുറച്ച് ചെയ്തു. ഇത് ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് ഇഷ്ടമായില്ലൊക്കെ മാറ്റി. റെൻറ്റിനും കൊടുത്തിട്ടില്ല ഒന്നും. പക്ഷേ എനിക്കങ്ങനെ റെൻറ്റിന് കൊടുക്കുന്ന അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാവരും പറയും ഇത് പ്രാക്ടിക്കലി ഞാൻ ചെയ്ത മണ്ടത്തരമാണെന്ന്. കാര്യം അത്രയും ദിവസം ഇത് ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നപോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എന്നെ എല്ലാവരും വഴക്ക് പറയുമായിരുന്നു വീട്ടുകാരൊക്കെ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് റെൻറ്റിന് കൊടുത്താൽ ഇതിൻ്റെ EMI അടഞ്ഞ് പോകാനുള്ള പൈസ അതിൽ നിന്ന് കിട്ടില്ല എന്നൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല. എനിക്ക് എൻ്റേതായിട്ട് ഞാൻ വാങ്ങുന്ന എൻ്റെ കുറേ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തിട്ട് അത് എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം, അത് എനിക്ക് തന്നെ ഉപയോഗിക്കണം, നമ്മുടെ ആൾക്കാർ അങ്ങനെ ഒരു ഇതാണ്. എനിക്കങ്ങനെ റെൻറ്റിന് കൊടുത്ത് ആ പൈസ വാങ്ങണം എന്നുള്ള അങ്ങനെ ഒരു അത്യാഗ്രഹം എനിക്കില്ല. അപ്പോൾ കൊച്ചിയിലെ ഫ്ലാറ്റാണെങ്കിലും ഞാൻ റെൻറ്റിന് കൊടുത്തിട്ടില്ല. ഇതാണെങ്കിലും അതെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണല്ലോ. ശരിക്കും പ്രാക്ടിക്കലല്ല, മണ്ടത്തരമാണ്, അത് എഗ്രി ചെയ്യുന്നു. ഒരു പ്രൈവസി വിഷയമാണ് എനിക്കിങ്ങനെ ഇഷ്ടം. പിന്നെ എന്താ പറയുക, ഇത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ, കൈ കഴുകുന്ന ഏരിയയാണ്. നൈസ്ലി ഡൺ. ഇനി ഇവിടെ നിന്ന് കയറുമ്പോൾ സെക്കൻഡ് ബെഡ്റൂം. ഇതൊരു 2 ബെഡ്റൂം ആണ്. 2 ബെഡ്റൂമും ഈസിയാണ്. ഇതും ഈസി ഉണ്ട്. ഓക്കെ. ആൻഡ് ഇതൊരു ക്യൂട്ട്, എല്ലാം ചെറുത്, വളരെ കോമ്പാക്റ്റാണ്, പക്ഷേ നല്ലതാണ്. ഇത് നോക്കിയാൽ ഇത് നല്ലൊരു വാർഡ്രോബൊക്കെ ഉണ്ട്. വാ. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത് ഇത് കുറേ ടവൽസാണ്. ഇപ്പോൾ 2 ബെഡ്റൂമും നമ്മൾ ഹോട്ടൽസിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ആ രീതിയിലാണ് നമ്മൾ ബെഡൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്. ആ കളറും വൈറ്റ് കളറും. 2 ബെഡ്റൂംസിലും ഗ്രീൻ വേണമെങ്കിൽ ഇടായിരുന്നു റണ്ണിങ് ഇതായിട്ടൊക്കെ. പക്ഷേ ഇവിടെ വ്യത്യാസമാണ് ഇതിൻ്റെ ആംബിയൻസും കംപ്ലീറ്റ് വച്ചിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ഇവിടെ ബ്ലൂ കുറച്ച് ബ്രൈറ്റൻ അപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബ്ലൂ കളറാണ് ചൂസ് ചെയ്തത്. ഇത് ടവൽസ്, നമ്മുടെ ബാത്റൂം, അങ്ങനെ കുറേ വലുതും ചെറുതായിട്ടുള്ള ടവൽസ് എല്ലാം കുറേ മേടിച്ചിട്ടുണ്ട്, ഒക്കെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീക്കെൻഡൊക്കെ വന്ന് നിൽക്കുമ്പോൾ ആ സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്ത് തരുന്ന ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ പ്രാവശ്യം നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വാഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാനെല്ലാം കൊടുത്തിട്ട് പിന്നെ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ വന്ന് ക്ലീൻ ചെയ്യാൻ ഇവിടെ തന്നെ ആൾക്കാരുണ്ട്, ലേഡീസിനെ കിട്ടും. അവരോട് പറഞ്ഞാൽ കീ ഇവിടെ താഴെ കൊടുത്തിരുന്നാൽ അവർ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും വീക്ക്ലി. ഇതിവിടുത്തെ ഈ റൂമിൻ്റെ ബാത്റൂമാണ്. ദിസ് ഇസ് 1 ബാത്റൂം. ഓക്കെ.
അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ വേണമെങ്കിൽ. ആ ബെഡ്റൂമിനെക്കാട്ടി കുറച്ചുകൂടി വലുതാണിത്. ഇതിൻ്റെയും ഒരു ടോട്ടൽ ആംബിയൻസ് അനുസരിച്ചിട്ട് ഇവിടെ ഒരു ബ്ലൂ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ടാണ് ബ്ലൂ കൊടുത്തിരിക്കുന്നത്. കർട്ടൻസിന് പകരം ബ്ലൈൻഡ്സാണ് രണ്ട് സൈഡിലും. ഇവിടെയും ഒരു ബാത്റൂം, വലിയ കുറച്ചുകൂടെ സ്പേഷ്യസ് ബാത്റൂമാണിത്. ടവൽ റോഡ് അതെല്ലാം ഇവിടെ തന്നെ നമുക്ക് ടവൽസൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു വാർഡ്രോബുണ്ട്. ഇവിടെ കംപ്ലീറ്റ് കുറേ സാധനങ്ങൾ വെക്കാം. പക്ഷേ ഇതിനകത്തൊക്കെ ഇപ്പോൾ തൽക്കാലം കുറച്ച് പെയിൻറ്റിങ്സൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് പില്ലോസ്, അങ്ങനെ കുറേ സാധനങ്ങൾ എക്സ്ട്രാ പില്ലോസൊക്കെ മേടിച്ചൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. തൽക്കാലം അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു മിററുണ്ട് കേട്ടോ, ഡ്രസ്സ് ചെയ്യാനൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞ് നടക്കുകയാണ്, സാധനങ്ങൾ വെച്ച് നിറയ്ക്കാം. ദിസ് ഇസ് ദ നമ്മുടെ മേക്കപ്പ് ഏരിയ. ആൻഡ് ഇനി നമ്മൾ ബാൽക്കണിയിലേക്ക് പോവാണ്. യെസ്, ഇതിവിടെ 3 കേർട്ടനാണ്. ദിസ് ഇസ് ദ ഹെവി കേർട്ടൻ. ഇത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഷെയ്ഡ് ഒരു ഗ്രീൻ ഒരു ഷെയ്ഡ്. അത് കഴിഞ്ഞാൽ ലേസ്. ഓക്കെ, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ വ്യൂ എന്ന് പറയണത് വളരെ തിരക്ക് പിടിച്ച ഈ ഒരു കഴക്കൂട്ടം, അതായത് എന്താ പറയുക, ടെക്നോ പാർക്ക് ആ ഒരു റോഡാണ്. ഇവിടെ അടുത്ത MGM സ്കൂളാണ് എൻ്റെ തൊട്ടടുത്ത നെയ്ബർ. ഈ സൈഡ് ഫുൾ ഇത് ഭയങ്കര തിരക്ക് പിടിച്ച ഏറ്റവും എന്താ പറയുക പ്രൈം ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമല്ല, ബിസിനസ്, സൂപ്പർ മാർക്കറ്റ്സും കേക്ക്സും റെസ്റ്റോറൻറ്റ്സും പിന്നെന്താ പറയുക, അറിയാമല്ലോ ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ അത്രയും തിരക്ക് പിടിച്ച IT മേഖലയാണ്. അതിനകത്തും പിന്നെ ഇൻഫോസിസ്, ഇതെല്ലാം ഇതിൻ്റെ ഇൻഫോസിസിൻ്റെ ബിൽഡിംഗ് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ആ ഒരു ഷേപ്പിൽ. ദാറ്റ് ഇസ് വൺ ഏരിയ. ഓക്കെ, അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അപ്പോൾ ഇതൊരു ഇൻവിസിബിൾ നെറ്റ് ഇട്ടിരിക്കും കേട്ടോ. പ്രാവിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അത് കാരണം ഇൻവിസിബിൾ നെറ്റ്. പ്രാവൊന്നും വരില്ല അത് കാരണം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് അതൊക്കെ ഷിറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ പോകുമായിരുന്നു. ഇതും അതാണിപ്പോൾ രണ്ട് സൈഡിലൊരു ഗ്രീൻ, തറയിലൊരു ഗ്രീൻ കാർപ്പറ്റ് പോലെ ഒരു ഗ്രീൻ. ഇവിടെ ഇതും ഗ്രീനാണ് ഇരിക്കുന്ന പൊസിഷൻ. ഇറ്റ്സ് നൈസ്. വാവ്. ഇത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാം. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഇരിക്കണമെന്നില്ല, തറയിലോട്ട് ഇറങ്ങി ഇരിക്കാൻ വേണമെങ്കിൽ മനസ്സിലല്ലേ. കുറച്ചുകൂടെ കഴിയണം. ഈ ഒരു വെളിച്ചം കുറച്ചുകൂടെ മങ്ങി ഒരു ഈവനിങ് ടൈം, ഒരു സന്ധ്യ കഴിഞ്ഞ് ഒരു രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ നല്ല പുറമേ ഉള്ള ലൈറ്റ്സും നല്ല കാറ്റൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം. ഈ ഒരു ആംബിയൻസ് ഈസ് വെരി നൈസ്. ആക്ച്വലി പറഞ്ഞാൽ ഈ ബിൽഡിങ് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഒരു 15-16 ഇയേഴ്സ് ബാക്ക് ഇത് വന്ന് കണ്ടെടുക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ ഈ അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നുമില്ലായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ റോഡായിരുന്നു. ഇങ്ങനെ ഈ ഹൈവേ ഇങ്ങനെ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അപ്പുറം നോക്കിയാൽ മലനിരകളൊക്കെ കാണാമായിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫ്ലാറ്റ് വന്നു, ഇവിടെ വന്നു, ഇതിൻ്റെ അപ്പുറത്തും വന്നു. ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു പോർഷൻ മാത്രമേ നമുക്കിപ്പോൾ ഹൈവേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആക്ച്വലി അന്നത്തെ ആ ഒരു അട്രാക്ഷൻ തന്നെ ആ റോഡ് കണ്ട് ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ റോഡിലൂടെ നമ്മുടെ ഫ്രണ്ട്സ് കസിൻസൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നിട്ട് കൈ കാണിക്കാമല്ലോ, വേവ് ചെയ്യാമല്ലോ എന്നൊക്കെ തമാശ പോലെ പറയായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് പാടാണ്. അങ്ങനെ വേവ് ചെയ്താൽ കാടില്ല, അങ്ങോട്ട് നോക്കി വേവ് ചെയ്താൽ കാടും. അങ്ങനെ അതൊരു കോമഡി പോലെ നമ്മൾ എപ്പോഴും പറയും. അന്ന് അങ്ങനെ ചെയ്തു, ഇപ്പം ഇങ്ങനെ. ഇത് പക്ഷേ ഈ അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും ഈ ഒരു സൈബർ പാമിൻ്റെ പാർട്ടല്ല. ഇറ്റ്സ് ഔട്ട്സൈഡ് ദിസ്. ഈ ഒരു പിന്നെ എൻക്ലോഷറിൻ്റെ വെളിയിലാണ്. ഇത് വേറെ അപ്പാർട്ട്മെൻറ്റ്സാണ്. പക്ഷേ SFSൻ്റെ തന്നെ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറം പോകുമ്പോഴാണ്, ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക നല്ല റെസ്റ്റോറൻറ്റ്, പബ്ബൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്, പിന്നെ അതുപോലെ News 18 ആണ്, ഇതൊരു ചാനൽ, അതൊക്കെ ആ ബിൽഡിങ്ങിൽ അങ്ങ് അറ്റത്തെ ബിൽഡിങ്ങിലേക്ക് വരും. ഓക്കെ, എന്നാലും ഇതൊരു ഭയങ്കര ഹാപ്പനിങ് പ്ലേസാണ്. ഇപ്പോഴത്തെ IT കിഡ്സ് എല്ലാം നിൽക്കുന്നത്. പിന്നെ ഈ സൈബർ പാം എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങളുള്ളൊരു 5-6 ഉണ്ട് ഇതിൽ. അതിലെല്ലാം തന്നെ ഒരുപാട് പല സ്റ്റേറ്റിലുള്ള നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് ഫാമിലീസ് താമസമുണ്ട്, മലയാളികൾ മാത്രമല്ല. നല്ലൊരു കമ്മ്യൂണിറ്റി ലൈഫുണ്ട് ഇതിനകത്ത്. ആക്ച്വലി ഇവിടെ ഒരു കോമൺ ഏരിയയിൽ നല്ലൊരു പൂളുണ്ട്, പിന്നെ ജിമ്മുണ്ട്, അങ്ങനത്തെ വെച്ച് പിന്നെ പ്ലേ ഏരിയ ഉണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, പിന്നെ ഒത്തിരി ഇൻഡോർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മളിവിടെ സ്ഥിരം താമസിക്കുന്നില്ല, പക്ഷേ വീക്കെൻഡൊക്കെ വരികയാണെങ്കിൽ പൂളും പ്ലേ ഏരിയ ഒക്കെ കുടുവിനൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു നിന്നാൽ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കുടുവിന് കിട്ടുമല്ലോ. ഇവിടുത്തെ കുറേ കുട്ടികളുണ്ട്. ഈവനിങ് ആയിക്കഴിഞ്ഞാലും പുറത്തൂടെയൊക്കെ ഒരുപാട് പേര് നടക്കുന്നതും കളിക്കുന്നതും സൈക്കിൾ ചെയ്ത് പോകുന്ന കാഴ്ചകളെല്ലാം കാണാം. നല്ലൊരു കമ്മ്യൂണിറ്റി ലൈഫുണ്ട്. കാര്യം 6 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ നിറച്ച ആൾക്കാരുണ്ട്, റെൻറ്റഡ് ആയിട്ടുള്ളവരുണ്ട്, ഓണേഴ്സുണ്ട്,
പിന്നെ കിംസിൽ വർക്ക് ചെയ്യുന്ന കുറേ ഡോക്ടേഴ്സിൻ്റെ ഫാമിലി ഉണ്ട്. പിന്നെ ഈ IT മേഖലയുടെ ടെക്നോ പാർക്കിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ താമസമുണ്ട്. അങ്ങനെ എല്ലാം സജീവമാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ആക്ച്വലി. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ ഷോപ്പിംഗ്, ഭക്ഷണം എല്ലാം കഴിക്കാനായിട്ട് എന്താ വേണ്ട. പിന്നെ സ്വിഗ്ഗിയൊക്കെ നിമിഷം കൊണ്ട് ഇവിടെ സാധനങ്ങൾ എത്തിക്കും. അപ്പോൾ എന്ത് രീതിയിലും നമുക്കൊരു കംഫർട്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വിശേഷങ്ങൾ. അങ്ങനെ ഇതാണ് നമ്മളുടെ ട്രിവാൻഡ്രത്തെ സെക്കൻഡ് ഹോം. ഇതൊരു 2 bedroom അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ സസ്പെൻസ് പോലെയാണ്. കുറച്ച് കാണിക്കും, പിന്നെ കുറച്ച് നാളത്തേക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ല. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും, ചേച്ചി അന്നൊരു പാല് കാച്ചൊക്കെ ചെയ്തില്ലേ? എന്നോട് കുറേ പേര് ചോദിച്ചു, ചേച്ചി അത് ഹോം ടൂറില്ലേ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലല്ലോ. അത് പ്രധാന കാര്യം, ഇൻറ്റീരിയർ വർക്ക് ഒരു 75% അന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ താമസിച്ച് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ആ പാല് കാച്ചിയ ദിവസം മാത്രം അന്ന് രാത്രി കിടക്കണം എന്നുള്ളൊരു ചടങ്ങുള്ളതുകൊണ്ട് അന്ന് ഒരു ബെഡ്റൂം ഒരുവിധം സെറ്റായിരുന്നു, കിടന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ സ്ഥലം വിട്ടു. അതായിരുന്നു അതിൻ്റെ ഒരു പ്ലാൻ. ഇപ്പോൾ ഇനി കംപ്ലീറ്റ്ലി എക്വിപ്ഡ് ആയി കഴിഞ്ഞു. ഇനി ആ കിച്ചൺ പാർട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ പ്രൊവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതൊക്കെ മേടിച്ചിട്ട്, നമ്മുടെ പലചരക്ക് സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു, അതെല്ലാം ഇങ്ങനെ ഇവിടത്തേക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ച് പല പല കുപ്പികളാക്കി വെക്കണം. അങ്ങനത്തെ കുഞ്ഞു 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 ഷോപ്പിംഗ് ഉണ്ട്. കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്ലേറ്റ്സ് കൊണ്ടുവരണം. അങ്ങനെ വീട്ടിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇവിടത്തേക്ക് കുറച്ച് സെപ്പറേറ്റ് വാങ്ങാം. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. കുറച്ച് പാത്രങ്ങൾ ഇനിയും വരാനുണ്ട്. നമ്മുടെ കടായി ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇളക്കാനൊക്കെയുള്ള ബേക്സ്. പിന്നെ എയർ ഫ്രയർ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ റെസിപ്പീസും കുറച്ച് ചെയ്യണം എന്ന് എനിക്കുണ്ട്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എയർ ഫ്രയർ റെസിപ്പീസ്, കുടുംബങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇനി ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കിച്ചണിലെ കുക്കിങ്ങും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഇതൊരു ചെറിയ അപ്പാർട്ട്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം ചെറുതാണ്, കോമ്പാക്റ്റ് ആണ്. ദാറ്റ് ഇസ് 2 bedroom ആണ്, പക്ഷേ നല്ല കോമ്പാക്റ്റ് ആണ്, നല്ല ക്യൂട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എന്തായാലും കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു 15 വർഷം 16 വർഷമായിട്ട് കാത്തിരുന്ന് ഫൈനലി അത് പൂവണിഞ്ഞു എന്ന് തന്നെ പറയാം. എൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുടുംബങ്ങളോ ഒന്നും ഇല്ലാണ്ട് വന്നിരിക്കുവാണ്. കാര്യം ഒരു ഹോം ടൂർ നടത്താൻ വേണ്ടിയിട്ടാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തലകുത്തി മാറി. ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് തിരിച്ചു പോകും. നമ്മൾ വേറൊരു വീക്കെൻഡ് വന്ന് താമസിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് വീഡിയോസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ താങ്ക് യു. ഇഷ്ടപ്പെട്ടു നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കിടുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. സങ്കടങ്ങൾ പങ്കിടുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള വിഷയമല്ല. കഴിയുന്നിടത്തോളം സങ്കടങ്ങൾ പങ്കിടാതിരിക്കും. അങ്ങനെ വലിയ സങ്കടങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ജനറലി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓരോ ദിവസം ചെറിയ ചെറിയ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതൊക്കെ അന്നേരം കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും. പക്ഷേ നല്ല ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ, നിങ്ങൾക്കും സന്തോഷമാണ്. മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരാകുമ്പോൾ അത് കാണുമ്പോൾ അതിന് നിങ്ങളുടെ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ആ ഒരു ഇഷ്ടമാണ് നമ്മുടെ ബ്ലെസ്സിങ്സ് ആയിട്ട് മാറുന്നത്. നല്ലത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നവരും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്കും എല്ലാം നല്ല സന്തോഷമായിരിക്കുമല്ലോ ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.